ഇന്ന് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നൊരു ദിവസമാണ്. ദൈവം അനുഗ്രഹിച്ച് പുതിയൊരു വർഷവും കൂടെ ജീവിതയാത്രയിൽ നീട്ടി തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തിയതാണ്. സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ ശിവതെ കൂടെ കൂട്ടിയില്ല. കിങ്ങിണി സ്കൂളിലോട്ട് പോയിട്ടോ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരുമിച്ച് വരാഹി ദേവീക്ഷേത്രത്തിൽ എത്താമെന്ന് വിചാരിച്ചിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഇന്നാണ് ലീവ് ഉണ്ടായിരുന്നത്. അതൊരു ഭാഗ്യമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പേട്ടയിലുള്ള വാരാഹി ദേവീക്ഷേത്രത്തിലെത്തി. അവിടെ എത്തി ദേവിയെ മനസ്സറിഞ്ഞ് തൊഴാനായിട്ട് സാധിച്ചു. ഇന്നത്തെ ദിവസം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാനിവിടെ അന്നദാനത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് അന്നദാനം വിളമ്പി കൊടുക്കാനും അതിനോടൊപ്പം ആഹാരം കഴിക്കാനും ഒക്കെ കഴിഞ്ഞു. വളരെയധികം സന്തോഷവും സമാധാനവും നൽകിയ ഒരു ദിവസമായിരുന്നു. വാരാഹി ദേവി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഇന്ന് 2 പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും അവരുടെ ഇഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പൊങ്കാല നിവേദ്യവും അതിൻ്റെ ഒരു ഭാഗം കഴിക്കാനും കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ദേവിക്ക് വിളക്കെടുക്കുന്നതാണ്. പഞ്ചമി ദേവിക്ക് പഞ്ചമി ദീപവും ദുർഗാദേവിക്ക് വിളക്കെടുക്കുന്ന ചടങ്ങ് ഇവിടെ എല്ലാവരും നടത്താറുണ്ട്. 12 ആഴ്ചകളിലോ 12 മാസങ്ങളിലായിട്ടോ 12 ദിവസങ്ങളിലെ വിളക്കെടുത്തിട്ട് കരിക്ക് കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നതാണ് പ്രധാന ചടങ്ങ്. ഞാൻ ഒരു തവണ ചെയ്തായിരുന്നു. മനസ്സിന് വളരെയധികം സമാധാനം തോന്നിയത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഒരു കാര്യം ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തത്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി ദേവി കൂടെ തുണയായിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് ഒത്തിരി നാളുകൾക്ക് മുമ്പ്. അതിനുശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ സമാധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ വരിക, പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. श्रीरामष्टकं सम्पूर्णम्.